മോദി സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ച നെല്ലിന്റെ താങ്ങുവില തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ആശങ്കയിൽ കേരളത്തിലെ നെൽ കർഷകർ. പിണറായി സർക്കാർ സംസ്ഥാന വിഹിതത്തിൽ നിന്നും കേന്ദ്രം വർദ്ധിപ്പിച്ചത് കുറയ്ക്കുമോ എന്നാണ് കർഷകരുടെ ആശങ്ക. നേരത്തെ 3 തവണ കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാന വിഹിതം വെട്ടിക്കുറച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നെല്ലിന്റെ താങ്ങുവില ₹1.17 വർദ്ധിപ്പിച്ചത്. ഇതോടെ 1 കിലോ നെല്ലിന് കേന്ദ്ര സർക്കാർ നൽകുന്ന താങ്ങുവില 23 രൂപയായി. സംസ്ഥാന വിഹിതം കൂടിച്ചേരുമ്പോൾ ₹29.37 കർഷകർക്ക് ലഭിക്കേണ്ടത്. എന്നാൽ കേന്ദ്രം വർദ്ധിപ്പിച്ചതിന്റെ ഗുണം തങ്ങൾക്ക് കിട്ടുമോ എന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ നെൽ കർഷകർ. 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ 10 തവണയാണ് നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിച്ചത്. 2019 ₹18.15 ആയിരുന്ന കേന്ദ്ര വിഹിതം 5 വർഷത്തിനിടെ ₹4.85 കൂടിയത്. അതേസമയം 2019 ₹8.80 ആയിരുന്ന സംസ്ഥാന വിഹിതം ₹2.43 കുറഞ്ഞ് ₹6.37 ആയി. ഇത്തവണയും കേന്ദ്രം കൂട്ടിയ വിഹിതം പിണറായി സർക്കാർ വെട്ടിക്കുറച്ചാൽ അത്ഭുതമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. സാധാരണഗതിയിൽ എന്താണ്, താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് വർദ്ധിപ്പിക്കും. ഇനി അഥവാ സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ കേന്ദ്രം വർദ്ധിപ്പിക്കുന്ന താങ്ങുവിലയോടൊപ്പം നിലവിലുള്ള താങ്ങുവില കൊടുക്കും. ഇപ്പൊ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് എന്താ നടക്കുന്നത്? കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുന്നു, സ്റ്റേറ്റ് താങ്ങുവില കുറയ്ക്കുന്നു. അപ്പോൾ ഇപ്പോൾ ₹1.17 അധികം 1 കിലോ നെല്ലിന് കർഷകന് കിട്ടുകയാണ്. പക്ഷെ സീസണിൽ കർഷകന് കിട്ടില്ല, അത്രയും ഇവർ കുറയ്ക്കും. ഇത്ര ജനവിരുദ്ധമാണ് LDF എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നെല്ലിന് താങ്ങുവില ₹117 വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ പ്രത്യേകിച്ചും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രം വർദ്ധിപ്പിച്ച തുക കേരളത്തിൽ നൽകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് വിഷയത്തിൽ മന്ത്രി GR അനിൽ പ്രതികരിച്ചത്. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനം തങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിന് കാരണമായി മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് രാജ്യത്ത് നെല്ലിന് ഏറ്റവും അധികം താങ്ങുവില നൽകുന്നത് കേരളത്തിലാണ് എന്നാണ്. എന്നാൽ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ നെല്ലിന് താങ്ങുവില നൽകുന്നത്. ജനം, പാലക്കാട്.